നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ്. നമസ്കാരം രാജേഷ് ജി, നമ്മുടെ സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 50 ദിവസം പൂർത്തിയാക്കി. അതെ അല്ലേ? അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ അധികാരത്തിൽ പുതിയ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ 100 ദിന കർമ്മ പരിപാടികൾ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടാവും. ഇവിടെ ഇദ്ദേഹവും നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ ലഭിച്ച വാർത്ത വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 50 ദിവസം കൊണ്ട് ഈ പറഞ്ഞതുപോലെ പല പ്രഖ്യാപനങ്ങളും നടത്താൻ കഴിയാത്ത വണ്ണം ഒരു ഭരണസ്തംഭനം, അത് ഉദ്യോഗസ്ഥ തലത്തിലല്ല, മറിച്ച് സർക്കാർ തലത്തിൽ, ക്യാബിനറ്റ് തലത്തിൽ ഒക്കെ ഒരു ഭരണസ്തംഭനമുണ്ട് എന്ന ഒരു ആരോപണം വളരെ ശക്തമാണ്. ഇത് പ്രതിപക്ഷമല്ല ആരോപിക്കുന്നത്, മറിച്ച് ഭരണപക്ഷത്തുനിന്ന് തന്നെയാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, സാധാരണ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ കയറിയാൽ 1 മാസത്തിനുള്ളിൽ ബോർഡ് കോർപ്പറേഷനുകൾ മുഴുവനും പുനഃസംഘടിപ്പിക്കും. അവിടെയൊക്കെ ഇരുന്ന മുൻ ഗവൺമെൻറ്റിലെ ആൾക്കാരെ മുഴുവനും മാറ്റിയിട്ട് അവർ ഏതാണ്ടൊക്കെ രാജിവെച്ച് പോയിരിക്കും. അവിടേക്ക് ഇപ്പോൾ PSC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ നോമിനികൾ ഇവർ നിയമിക്കുന്ന ആൾക്കാർ വരും ബോർഡ് കോർപ്പറേഷൻ്റെ തലപ്പത്തേക്ക്. പക്ഷേ അതിനൊരു മാറ്റം കാണുന്നത് 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ചെയ്തില്ല. അതിനു മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്തൊക്കെ അങ്ങനെ മാറ്റി. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബോർഡ് കോർപ്പറേഷൻ തലങ്ങളിൽ അഴിച്ചുപണി നടന്നിട്ടില്ല. PSC പോലെയുള്ള സ്ഥാപനങ്ങളിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ മാറ്റിയിട്ടില്ല, ആൾക്കാരെ മാറ്റിയിട്ടില്ല. അതിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. അപ്പോൾ ഈ വലിയ പരാതി ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇതാണോ ഈ ഭരണസ്തംഭനത്തിന് സർക്കാർ തലത്തിൽ, ക്യാബിനറ്റ് തലത്തിലൊക്കെ തീരുമാനമെടുക്കാൻ വൈകുന്നു, അത് കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വലിയ തടസ്സമാണ്? ഇപ്പോൾ നമ്മൾ KSRTCയിലെ സൗജന്യ യാത്ര, പ്രിയദർശിനി പദ്ധതി, അതുമാത്രം ആണ് സർക്കാരിന് എടുത്തു പറയാവുന്ന നടപ്പാക്കിയ ഒരു കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മെല്ലെ പോക്കാണ്. എന്താണ് ഈ സാഹചര്യം നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താ പ്രശാന്ത്, ഈ നമ്മുടെ പിണറായി വിജയൻ്റെ 10 കൊല്ലത്തെ LDF സർക്കാർ പടിയിറങ്ങിയിട്ട് 41ാം അടിയന്തര കർമ്മമൊക്കെ ചെയ്തു. അതായത് 50 ദിവസമായി അവർ പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയിട്ടും ഇവർ ഭരണപക്ഷത്തേക്ക് കയറിയിട്ട് 50 ദിവസം കഴിയുന്നു. അതെ, പ്രിയദർശിനി തുടങ്ങിയാൽ ഏതാണ്ട് 700 കോടി രൂപ മാസം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയായിരുന്നു. KSRTCക്ക് ഉണ്ടാകുന്ന എല്ലാ ചിത്തപ്പേരിനും എല്ലാ നേട്ടത്തിനുമൊക്കെ ഉത്തരവാദിത്വം അയാളെ തലയിലെടുത്ത് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇക്കുറി CP ജോൺ രക്ഷപ്പെട്ടു. കാരണം പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ചത് CP ജോൺ അല്ല, ഗതാഗത മന്ത്രിയല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉള്ളത് കൊണ്ട് അത് ഈ UDF സർക്കാർ നടപ്പാക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന KSRTCയിൽ ശമ്പളം മുടങ്ങി എന്നാണ്. എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. പ്രിയദർശിനി കൊണ്ട് ജീവനക്കാരുടെ വയറ്റത്തടിച്ചു എന്നാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. അപ്പോൾ അതിന് KSRTCയിൽ മുമ്പും ശമ്പളം മുടങ്ങി. പക്ഷെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ലാഭത്തിലാണ്, പ്രവർത്തന ലാഭത്തിലാണ്. 1-ാം തീയതി ഗണേശൻ ശമ്പളം കൊടുക്കുമായിരുന്നു. അത് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുള്ള ഒരു ആക്ഷേപം കൊടുത്തു. ജീവനൊക്കെ കുടുംബം കഴിയണ്ടേ, അരി വാങ്ങിക്കണ്ടേ, പാലിന് കൊടുക്കണ്ടേ, പത്രത്തിന് കൊടുക്കണ്ടേ, കുട്ടികളുടെ ഫീസ് കൊടുക്കണ്ടേ? ഫീസ് കൊടുത്തില്ലേ സ്കൂളുകാർ വിളിക്കും, കുട്ടികളെ വണ്ടിയിൽ വിടാൻ പറ്റില്ല അല്ലേ? ശമ്പളം അച്ഛൻ ഡ്രൈവറാണോ? അച്ഛൻ KSRTC വലിയ ബസ് ഓടിക്കുന്ന അച്ഛൻ. പക്ഷെ മോനെ ഡ്രൈവർ സ്കൂളുകാർ ചോദിക്കും, സ്കൂൾ വാനിൽ കൊടുക്കാൻ പൈസ ഇല്ലെന്ന് ചോദിക്കും. KSRTC ആണോ? അപ്പം കിട്ടില്ലെന്നും പറയും. അതായിരുന്നു കുറേ കാലത്ത് ഗതികേട്. പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറി വരുമെങ്കിൽ ഇവർ സാവകാശം ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ ജീവനക്കാർക്കൊക്കെ എന്താണ്? ശമ്പളം മുടങ്ങി. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവ്, അത് ഇനിയും ഒരു 10 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം. കാരണം സർക്കാരിന്റെ കാശില്ല. ശരിയാണ്, കാശില്ല, വലിയ ഗതികേടില്ല. അതെ, ഗതികേടിലാണ്. അപ്പോൾ ഈ ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടൂടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. കിഫ്ബിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ വെള്ളാനയായി 35 കോടിയുടെ 35,000 കോടി രൂപയുടെ കടം, ഏതാണ്ട് അത്ര തന്നെ തുക പ്രോജക്റ്റുകൾ നടക്കുന്നു, പൂർത്തിയാക്കാൻ ഇനി വേണം. അപ്പൊ ഫലത്തിൽ
ഏതാണ്ട് ഒരു 70,000 കോടിക്ക് മുകളിൽ ബാധ്യതയിലാണ് കിഫ്ബി നിൽക്കുന്നത്. അതിലൊരു 10,000-3,000 കോടി രൂപയുടെ നമ്മുടെ ഈ തുരങ്കം വയനാട് തുരങ്കം പൊളിഞ്ഞുപോയ അതെ തുരങ്കം. ഇനിയിപ്പോ അത് നിർത്തിവെക്കണോ വേണ്ടയോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. അതെ അതെ. പക്ഷെ ഈ ഇത്രയും എന്തുമാത്രം തുക അവിടെ ചെലവാക്കി ഈ കരാർ കൊടുത്ത കമ്പനിക്കാരന് പണം കൊടുത്തില്ലേ? തീർച്ചയായിട്ടും. അല്ല എന്ന് മാത്രമല്ല, മല മൊത്തം തുറന്ന് ഇനിയിപ്പോ അത് നിർത്തിവെക്കുമ്പോ ഈ കരാറുകാരൻ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കരാറുകാരൻ പറയുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, മണ്ണിടിച്ചിലുണ്ട്, മണ്ണ് ഇളക്കമുണ്ടായിരുന്നൊക്കെ, അതെല്ലാം വേണ്ട അങ്ങ് ചെയ്തോളൂ എന്നാണ് LD സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നത്. പിന്നെ അല്ല അത് തീർച്ചയായിട്ടും ഈ അടുത്ത വന്ന സർക്കാരിന് ഗമണ്ടൻ പാരകളാണ് സർക്കാർ വെച്ചിട്ട്. നല്ല ആപ്പ് പാരയല്ല, ആപ്പ് അടിച്ചു വെച്ചിട്ട് ഈ ആപ്പ് ഊരിയാൽ മറ്റേ കൊരങ്ങന്റെ കാര്യം പറയുന്നത്, കൊരങ്ങൻ ആപ്പ് ഊരും, പക്ഷെ കൊരങ്ങന്റെ വാല് പിന്നെ ആരൂരും മരണം ആപ്പടിച്ചോ വരുവോ? ആപ്പടിച്ചോ വന്ന് ഊരുവോ? ഇല്ല. അല്ല അങ്ങനത്തെ ആപ്പുകളാണ് പിണറായി സർക്കാർ വെച്ച്. നിരവധി ആപ്പുകൾ യുദ്ധഭൂമിയിൽ മറ്റേ ശത്രു സൈന്യം മൈനുകൾ വിതറിട്ട് പോകും. എന്തുകൊണ്ടാണ് ഈ വിഷയം അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ബോർഡ് കോർപ്പറേഷനുകൾ പുനഃസംഘടിപ്പിക്കുന്നത്? ബോർഡ് കോർപ്പറേഷൻ മാത്രമല്ല, അത് പുനഃസംഘടിപ്പിക്കുന്നില്ല, ചെയ്യില്ല. അതിന് കാരണം സമയമില്ല. കാരണം ഈ ടീം UDF എന്ന് പ്രഖ്യാപിച്ചത് VD സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ, ഇത്തവണ 100+ നേടും എന്ന് പ്രഖ്യാപിച്ചത് VD സതീശൻ. അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്നും ഏറെ ഫൈറ്റ് ചെയ്ത് രമേശ് ചെന്നിത്തലയോടും AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോടും ഫൈറ്റ് ചെയ്ത് VD സതീശൻ മുഖ്യമന്ത്രിയായി. ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പൂക്കി മുഖ്യമന്ത്രി എന്ന പേര് വാങ്ങി. ഈ പൂക്കി മുഖ്യമന്ത്രി ഇപ്പോഴും പൂക്കിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ മുഖ്യമന്ത്രിക്ക് ഭരണപരമായ കാര്യങ്ങളല്ലാതെ പാർട്ടിയെ നോക്കാൻ സമയം കിട്ടുന്നില്ല. ശരി, പാർട്ടിയെ നോക്കാൻ ഒരു പാർട്ടി പ്രസിഡന്റുണ്ട്, പക്ഷെ അദ്ദേഹം മന്ത്രിയാണ്, വൈദ്യുതി മന്ത്രിയാണ്. ഓരോ ദിവസവും വൈദ്യുതി ബോർഡിൽ നിന്ന് റിലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധികം മഴ പെയ്തില്ല, ഇന്ന് അധികം മഴ പെയ്തു, പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി കിട്ടി, അതുകൊണ്ട് ഇന്ന് പവർ കട്ട് വേണ്ടി വന്നില്ല. ഓരോ ദിവസവും അദ്ദേഹം പവർ കട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ജനം ചീത്ത വിളിക്കും. അത് വളരെ ഗതികേടിലാണ്. KSRTCയുടെ കാര്യം താങ്കൾ പറഞ്ഞതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു ഭയാനകമായ അവസ്ഥയിലാണ് KCB നിൽക്കുന്നത്. രണ്ടും മറ്റേ കപ്പിത്താന്റെ കപ്പൽ മുങ്ങുന്ന അല്ല, മാത്രമല്ല KCBയിൽ മറ്റൊരു വലിയ അപകടം കൂടിയുണ്ട്. KCBയിൽ ഈ ഇടുക്കിയിലടക്കം നമ്മുടെ ഈ ജനറേറ്ററുകൾ അത് മാറ്റി സ്ഥാപിക്കേണ്ട കാലം കഴിഞ്ഞു. അത് 2023 കരാറ് കൊടുത്തിട്ട് 26 പോലും അത് ആരംഭിച്ചിട്ടില്ല LDF സർക്കാർ. അത്ര ഗതികേടിലാണ്. അതിനും കിഫ്ബിയിൽ നിന്ന് വലിയ തുക മാറ്റിവെക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. 23 കരാറായത്, അതായത് ടെൻഡർ ചെയ്ത് മറ്റു നടപടികളൊക്കെ ആരംഭിച്ച ആ കാര്യം, ഈ നമ്മുടെ ഇടുക്കിയിലെ ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണിയും മാറ്റി സ്ഥാപിക്കലും അടക്കമുള്ള കാര്യങ്ങൾ, അത് 2026 ചെയ്യാൻ സർക്കാരിനും KCBക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഗുരുതരമായ സ്ഥിതിവിശേഷം. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഇപ്പോഴൊന്നും നോക്കാൻ, എൻ്റെ പരാതിയല്ല, കോൺഗ്രസിനുള്ളിലെ UDFിലെ ഘടകകക്ഷികളുടെ പരാതിയാണ്, മുഖ്യമന്ത്രിക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. അദ്ദേഹം സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ, പ്രതിച്ഛായ ഇപ്പോഴേ ഉണ്ട്, പൂക്കി മുഖ്യമന്ത്രി, അതായത് അടിച്ചമർത്തുകയല്ലേ. ദേശാഭിമാനിയും കൈരളിയും പ്രതിപക്ഷ ചാനലും പത്രവുമാണ്. രണ്ടുപേരെയും ക്യാബിനറ്റ് മുറിയിലിട്ട് അടിച്ചൊതുക്കി. അതുമാത്രമല്ല, പത്രക്കാരുടെ ചോദ്യങ്ങളെല്ലാം കേട്ടിട്ട് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയുന്നില്ലേ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയുന്നു പറഞ്ഞിട്ട് വിഴിഞ്ഞത്തിന്റെ വിഷയത്തിൽ എടുത്തിട്ട് ആർക്കും ഉത്തരവില്ല. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് മറ്റേ ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതിൽ മുഖ്യമന്ത്രിക്ക് നേരെ പിന്നെ പ്രത്യേകിച്ചും CPMലെ കണ്ണൂർ ലോബി KK രാഗേഷിൻ്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങളുമായിട്ട് വന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിൽ നിന്നോ UDFിൽ നിന്നോ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. PK ശ്രീമതിയും KK ശൈലജയും പരോക്ഷമായിട്ട് മുഖ്യമന്ത്രിയെ സത്യത്തിൽ VD സതീശന് പ്രതിരോധം ഒരുക്കിയത് CPMൽ നിന്നാണ്. അവരാണ് ഡൽഹിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈ രണ്ടുപേരും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സർക്കാരുകൾ മാറി വരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി ഉണ്ടാകും, അതിനെ വലിയ വിവാദമാക്കി. വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യരുത്, അതാണ് ഇവിടെ ആവശ്യം. ശരിയാണ്. പക്ഷേ
പക്ഷെ ഒരു കാര്യം, അവിടെ സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കേണ്ടിയിരുന്നത് കോൺഗ്രസും UDF-ഉം അല്ലേ? എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? കോൺഗ്രസ്സുകാരെല്ലാം, കോൺഗ്രസിലെ മുൻനിര നേതാക്കന്മാരെല്ലാം ഏതാണ്ടൊക്കെ മന്ത്രിമാരൊക്കെ ആയി. അവരെല്ലാവരും ഇപ്പോൾ ഈ തന്റെ വകുപ്പിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ഓട്ടത്തിലാണ്. മുഖ്യമന്ത്രിയും ഒപ്പം ഓട്ടത്തിലാണ്. മുഖ്യമന്ത്രി പരവൂര് പോകുന്നു, പോകാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. പലയിടത്തും മുഖ്യമന്ത്രി സന്ദർശിക്കാൻ പോകുന്നു, കുട്ടികളെ ചേർത്ത് നിർത്തുന്നു. ഇതാണ് CM എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്ന മനുഷ്യൻ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചില പാർട്ടി അണികളുടെ കണ്ടെത്തൽ. ഭരണം സ്തംഭിക്കാൻ പാടില്ല. ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. ഭരണം മാത്രമല്ല, പൊളിറ്റിക്കലി അമർഷം പോകുകയാണ് കോൺഗ്രസിനുള്ളിൽ. കാരണം അത് ഈ സംഭവത്തോടുകൂടി, വിഴിഞ്ഞ സംഭവത്തോടുകൂടി അത് ഏതാണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ പ്രശാന്ത് നേരത്തെ ചോദിച്ചതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനിൽ ആകപ്പാടെ മാറ്റിയത് IHRDയുടെ ഡയറക്ടർ ചാർജ് വഹിച്ചിരുന്ന VS അച്യുതാനന്ദന്റെ മകനെയാണ്, അരുൺകുമാർ. എന്തിനു മാറ്റി? അതിനൊരു കാരണമുണ്ട്. അത് കോടതിയിലും മറ്റുമൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. അവിടുന്ന് ചില പരാമർശങ്ങൾ, നെഗറ്റീവായ ചില പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് ഇൻചാർജ് ആയിരുന്നു. പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയൻ കോടതിയുടെ പരാമർശങ്ങളൊന്നും കേട്ടില്ല. അദ്ദേഹത്തിന് ചെവി കേട്ടൂടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ചെവി. പക്ഷേ പിണറായി വിജയന്റെ ആഗ്രഹമായിരുന്നു അരുൺകുമാറിനെ ചവിട്ടി ഒതുക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് 3 വർഷം അരുൺകുമാറുടെ വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. അരുൺകുമാറിനെ IHRDയുടെ ചാർജ് മാത്രം കൊടുത്ത് അവിടെ ഇരുത്തിയിരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ അരുൺകുമാർ വീണ്ടും അഡീഷണൽ ഡയറക്ടറായിട്ട് വരും. അരുൺകുമാറിന്റെ കീഴിലുണ്ടായിരുന്ന IHRD കോളേജിന്റെ പ്രിൻസിപ്പൽ വന്ന് ചുമതലയേറ്റിട്ടുണ്ട്. അത് മാത്രമാണ്, വേറെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാറ്റിയിട്ടില്ല. ബോർഡുകൾ, കോർപ്പറേഷനുകൾ, ഇതിന്റെയൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസിനുള്ളിൽ ഒരു സമവായം ഉണ്ടാകാത്തതാണ്. എന്തുകൊണ്ട്? കോൺഗ്രസ് മാത്രമല്ല സമവായം, ഇത് ഘടകകക്ഷികൾക്കെല്ലാം വീതിച്ചു കൊടുക്കണം. കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദമുണ്ട്, അവർക്കും വേണം. അതല്ലേ ഈ ഹൈക്കോടതിയിലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, ഗവൺമെന്റ് പ്ലീഡർമാർ, കോടതികളിലെ അതിന്റെയൊക്കെ വിവാദമായില്ല. ഇതിനൊക്കെ CPM-കാരെ വെച്ചോണ്ടിരിക്കുന്നു അവര്. ഇപ്പോഴല്ല ഗീനാകുമാരിയുടെ വിഷയം പുറത്തു വന്നപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്, അതായത് മാധ്യമപ്രവർത്തകർ, അതുവരെ ഇതിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, നടപടികൾ പുരോഗമിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. ആളെ മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല, ഒരു ചുവടുവയ്പ്പില്ല. അതായത് വകുപ്പ് മന്ത്രിമാരാണ് തങ്ങളുടെ വകുപ്പുകൾ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് മന്ത്രിമാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. തങ്ങളുടെ വകുപ്പുകൾ പുനഃസംഘടിപ്പിക്കുക, തങ്ങളുടെ ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുക. ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ച് MD-മാരും ചെയർമാൻമാരും ഒക്കെ ഇപ്പൊ തുടരുകയാണ്. സ്വമേധയാ രാജിവെച്ച് പോയവർ സ്വാഭാവികമായിട്ടും അവർക്ക് എപ്പോഴും ഇടതുപക്ഷത്തോടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് അത് വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ മുസ്ലിം ലീഗ് ഉണ്ട്, പോട്ടെ, അവർക്കൊരു 5 മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഉണ്ട്, ജോസഫ് ഗ്രൂപ്പ്, പിന്നെ ഷിബു ബേബി ജോൺ, ഷിബുവിന്റെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇപ്പൊ തൃണമൂൽ പാർട്ടി പിരിച്ചുവിട്ടെങ്കിലും നമ്മുടെ അൻവർ തൃണമൂലില്ല. അൻവറും UDF-ന്റെ ഭാഗമാണ്, അസോസിയേറ്റ് മെമ്പറാണ്. ജാനു, ആദിവാസി സഭയുടെ CK ജാനും അസോസിയേറ്റ് മെമ്പറാണ്. ജാനുജാന്റെ പാർട്ടിയും. അപ്പം ഇവരിലെല്ലാവരിലും അമർഷമുണ്ട്. കാരണം മുഖ്യമന്ത്രി ഈ സർക്കാരിനെ ജയിപ്പിച്ചതിൽ ഇവരെല്ലാം ചേർന്നിട്ടാണ്. ഓർത്തു നോക്കും, PV അൻവറിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെതിരെ ഈ VD സതീശിനെക്കാളേറെ പിണറായി വിജയനെ നടത്തിയത് അവസാനം. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ അൻവറിന്റെ സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു LDF. ഇപ്പൊ അൻവറിന്റെ അൻവറിന്റെ എന്തെങ്കിലും പ്രസ്താവന എവിടെയും കേൾക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ബേപ്പൂരിൽ പൊരുതി തോറ്റാണല്ലോ. എന്താണ്? അൻവറിന്റെ ആവശ്യം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ MR അജിത് കുമാർ IPS എന്ന ഏറ്റവും ഉദ്യോഗസ്ഥനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത്, തെളിവുകൾ നിരത്തിയൊക്കെ PV അൻവറാണ്. ഈ അൻവറിന്റെ ശക്തമായ നിലപാട് കൊണ്ട് മാത്രമാണ് ഈ അജിത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം വരെ വന്ന് DGP തലത്തിൽ അന്വേഷിച്ചതും വിജിലൻസ് അന്വേഷിച്ചതും. എന്നിട്ട് ഇപ്പൊ എന്തായി? 50 ദിവസം കഴിഞ്ഞു. അൻവറിനെതിരെ ചെറു വിരൽ അണക്കിയോ? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയോ? ഇല്ല. അൻവറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. ഈ അൻവർ UDF-ൽ നിന്ന് CPM ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അൻവറിനോട് ലീഗിനും വലിയ താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അവരെ നിലമ്പൂർ തോൽപ്പിച്ചു കൊടുത്തത് അൻവറിനെ ആദ്യം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില്. അതുപോലെ തന്നെ അൻവർ ഇത്രയും ഒരു സഹായം ചെയ്തിട്ട് PV അൻവറിന്റെ ഈ അൻവർ ഉന്നയിച്ച ഒരു ആരോപണം ശബരിമല കൊള്ള പോലെ തന്നെയാണ്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണത്തിൽ പോലും SIT ഇപ്പോഴും ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്തിന് വരെ എത്തിയതേ ഉള്ളൂ, PS പ്രശാന്തിന് വരെ. അതേപോലെ അൻവർ ഉന്നയിച്ചാണ് അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ, സംഭവിച്ചത്, വീട് വയ്ക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇവർക്ക് സുഗതന് കാപ്പ ചുമത്താനായിട്ട് വലിയ താല്പര്യമായിരുന്നു, സമയം ഉണ്ടായിരുന്നു, വലിയ ആവേശം.
പക്ഷേ എന്തുകൊണ്ടാണ് മറ്റ് കേസുകളിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതെന്ന് പറഞ്ഞാൽ സുകുമാരക്കുറുപ്പ്, പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേരള പോലീസ് വീണ്ടും ആരംഭിക്കുന്നു. നിരവധി തവണ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് അല്ലേ? അങ്ങനെ നിരവധി തവണ ശ്രമിച്ച് പരാജയപ്പെട്ട എത്ര എനിക്ക് തോന്നുന്നു 1986 തോന്നുന്നു ആ സംഭവം അല്ലേ? ഇപ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ടാകുന്നു. ആ സംഭവത്തിന് ഇപ്പോഴും വീണ്ടും ഇത് പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അദ്ദേഹം പറഞ്ഞല്ലേ അന്താരാഷ്ട്ര മാഫിയാണ്, പുരാവസ്തു മാഫിയാണ് ഈ സ്വർണം കടത്തിയതൊക്കെ. എന്നാ പിന്നെ അദ്ദേഹത്തെ ആ വഴിക്ക് ടീമിനെ ശക്തിപ്പെടുത്താമല്ലോ. പറഞ്ഞത് മുഴുവനും അദ്ദേഹം വേണ്ട, ഇത് എസ്റ്റേറ്റിൽ വിശ്വാസമുണ്ട്, പക്ഷെ ആ ടീമിനെ ശക്തിപ്പെടുത്താമല്ലോ. എനിക്ക് ഇന്ന ആൾക്കാരുണ്ട്, ഇവരും കൂടെ ടീമിന്റെ ഭാഗമാകും. കേസ് എത്രയും അന്വേഷിക്കും. ഇല്ല, ചെയ്തില്ല. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോകുന്നത് എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ കൈയടി കിട്ടാൻ. ഇനി വരാമല്ലോ ഫേസ്ബുക്ക് റീലുകൾ, യൂട്യൂബ് റീലുകളൊക്കെ ഇങ്ങനെ പറ വരുമല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രകാരം ഇന്ന ആൾ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവനും സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നരേന്ദ്രമോദി 2012 മുതൽ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോഴും അതെ. അന്ന് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പം അദ്ദേഹം ചെയ്ത ഈ 2001 മുതൽ ചെയ്ത നിരവധി കാര്യങ്ങളുടെ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് മുഴുവൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് നരേന്ദ്രമോദിക്ക് വലിയ കയ്യടിയും പിന്തുണയും നേടിക്കൊടുത്തു. അതായത് കഴിഞ്ഞ എത്രയോ വർഷം മുഖ്യമന്ത്രി പദത്തിലിരുന്ന് താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ജനങ്ങളുമായിട്ട് സംവദിച്ചു. അതിനാണ് അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടിയത്, അതിനാണ് പിന്തുണ കിട്ടിയത്. ഇവിടെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, ആഭ്യന്തരമന്ത്രിയായിട്ട് വരുന്നു, വന്ന് ദിവസങ്ങളും ആഴ്ചകളും പിന്നിടുന്നതിന് മുമ്പേ റീലുകൾ ഉണ്ടാക്കിയിടുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടിരുന്നെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം പോലീസ് ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തല നടന്നു നിന്ന് തന്റെ കസേരയിലെ ആ ടവൽ എടുത്തങ്ങ് മാറ്റി. വലിയ വാർത്തയാണ്. ടവൽ അവിടെ ഇരുന്നല്ല, എന്താ എനിക്ക് മാത്രമോ ടവൽ? അത് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേരയാണെന്നൊരു മാർക്കിട്ടതാണത്. അല്ലാതെ അത് മറ്റേ വലിയ സിംഹാസനം ഒരുക്കിയതൊന്നുമല്ല. അതാണ് അതായത് ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ 102 സീറ്റിൽ ജനം എന്തിന് ജയിപ്പിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഞാൻ പ്രിയദർശിനി ബസ് എവിടെ കണ്ടാലും സ്ത്രീകൾ ഓടിച്ചെന്ന് കയറുകയാണ്. അതായത് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, നമ്മുടെ പാവപ്പെട്ട കുടുംബം പോലുള്ള സ്ത്രീകളും എല്ലാവരും ഉണ്ട്. പക്ഷേ ആ ബസ് തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. ബാക്കിയെല്ലാം സൂപ്പർ ഫാസ്റ്റ് ആക്കി വിരലെണ്ണാവുന്ന പ്രിയദർശിനി ലോക്കൽ ബസ്സുകളൊക്കെ സിറ്റി ഫാസ്റ്റ് എല്ലാം നിറഞ്ഞു പോകുന്നു. പക്ഷെ വരുമാനമില്ല, നഷ്ടം അല്ലേ? അതേപോലെ തന്നെ നോക്കൂ, പ്രശാന്ത് നോക്കൂ, VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, ഇപ്പം എനിക്ക് അവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ കയറി ഇത്രയും ദിവസമായിട്ടും വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പതിവ് പോലെ PK കുഞ്ഞാലിക്കുട്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നത്, അദ്ദേഹത്തിന് കാണാനുമില്ല കേൾക്കാനുമില്ല. പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രി VD സതീശൻ, വ്യവസായ മന്ത്രി ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, പിന്നെ കേരള കോൺഗ്രസിന്റെ ഇപ്പം തലയെടുപ്പോടെ വന്ന PJ ജോസഫ്. അതെ, ഈ 3 പേരുമാണ് ഇപ്പോൾ ഒറ്റക്കെട്ട്. ബാക്കി എല്ലാ ഘടകകക്ഷികളെയും ചവിട്ടി ഒതുക്കി. ഷിബു ബേബി ജോണൊരു സേ ഇല്ല. ഇവരെല്ലാവരും ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇവർ തീരുമാനിക്കും, ഇവരൊരു കുറു മുന്നണി പോലെ തീരുമാനിക്കും. ഇപ്പം ഈ കോൺഗ്രസിനുള്ളിൽ ആരംഭമാണ്. ഇവർ പറയും, ഇവർ തീരുമാനിക്കും, ഇവർ നിശ്ചയിക്കും. കുഞ്ഞാലിക്കുട്ടി കാര്യം പറഞ്ഞല്ലോ, PK കുഞ്ഞാലിക്കുട്ടിയുടെ, അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു മീഡിയ റിലീസ് പോലും കിട്ടുന്നില്ല മാധ്യമപ്രവർത്തകർക്ക്. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരു കക്ഷി ചന്ദ്രിക ദിനപത്രത്തിന്റെ തിരുവനന്തപുരത്തെ ലേഖകൻ ചെന്നിട്ട് ഞാൻ ചന്ദ്രികയിൽ നിന്നുമാണ്, അതിന്റെ വാർത്തയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രിക ഇവിടെ ഉണ്ടോ തിരുവനന്തപുരത്ത്? അതായിരുന്നു ചോദ്യം. അതായത് കുഞ്ഞാലിക്കുട്ടിയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തുള്ള ചില ബാഹ്യ ടീമുകളാണ്. അവർ പറയും, അവർ തീരുമാനിക്കും. കാരണം ഇപ്പം സോഷ്യൽ മീഡിയ കാലമാണ്, വാട്സപ്പൊക്കെ ഉണ്ട്. ഇപ്പം മന്ത്രിമാരെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി മാധ്യമങ്ങൾക്ക് അവർ അന്നന്ന് ചെയ്യുന്ന വാർത്തകൾ, പത്രക്കുറിപ്പുകളൊക്കെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലീഗിൻ്റെ നമ്മുടെ PK ബഷീർ, പൊതുമരാമത്ത് മന്ത്രി ബഷീർ അല്ലാതെ മറ്റാരും, ബഷീറിനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ അറിയിക്കുന്നുണ്ട്. ഷാജി നേരത്തെ മന്ത്രിയാകുന്നതിന് മുമ്പ് വളരെ സജീവമായിരുന്നു വാർത്തകളിൽ. പക്ഷെ ഇപ്പോൾ വാർത്ത തരിക എന്നല്ല, ഈ വാർത്ത ഇല്ലാതായിരിക്കുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ കാറ്റ് വന്ന എന്താണ് അർത്ഥം? വെള്ളമില്ല. അല്ലാതെ പൈപ്പിൽ കാറ്റ് വരുന്നതല്ല നമ്മൾ പറയുന്നത്, പൈപ്പിൽ വെള്ളമില്ല. അതുപോലെ തന്നെയാണ് മന്ത്രി
മന്ത്രിയുടെ വകുപ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഇല്ല. ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് അദ്ദേഹം ടെക്നോപാർക്കിൽ പോകുന്നു, അവിടെ പോകുന്നു, KSRTC പോകുന്നു എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പി രാജീവ് എന്ന വ്യവസായ മന്ത്രി ഇരുന്ന ദിവസവും പി രാജീവിന്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. ഒന്നും വന്നില്ലെങ്കിലും പറയുന്നത് 5 ലക്ഷം 5 ലക്ഷം കോടിയുടെ ഒക്കെ വരുന്നു. ഇന്ന് അമേരിക്കൻ കമ്പനി വന്നിട്ട് ടെക്നോപാർക്കിൽ 5000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ വരുന്നു. അങ്ങനെയെങ്കിലും ഉണ്ട്, ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെവിടെ മിണ്ടുന്നില്ല. ഇത് കാരണം ആരാണ് ഇതിന്റെ മന്ത്രിസഭയുടെ നായകൻ? ആരാണ്? ഗവർണറല്ല, മുഖ്യമന്ത്രിയാണ്, വി.ഡി. സതീശനാണ്. അദ്ദേഹം UDF കാര്യം നോക്കുന്നേ ഇല്ല. കടുത്ത അമർഷം ഇപ്പൊ UDF പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UDF-ലും കോൺഗ്രസിലും അതുണ്ടെന്നാണ്. അതെ, കോൺഗ്രസിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതെ, ജനം വലിയ പ്രതീക്ഷയോടെയാണ് 102 സീറ്റുകളിൽ ജയിപ്പിച്ച് UDF-നെ അധികാരത്തിൽ കയറ്റിയത്. അവർ ആ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ 102 + 3 BJP-യുടെ 105 സീറ്റുകൾ ആണ് ഇടതുപക്ഷത്തിൽ നിന്ന് അവർ ശരിക്കും പറഞ്ഞാൽ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് പുറത്ത് കൊടുത്തത്. അത് നിസ്സാരമല്ല. കേവലം 35 സീറ്റിൽ മാത്രമാണ് ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ സർക്കാരിനെ നയിച്ച മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടി CPIM-ന് കിട്ടിയത് കേവലം 26 സീറ്റുകൾ. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ബമ്പർ ബൊണാൻസ അതാണ് UDF-ന് കേരളത്തിലെ ജനം സമ്മാനിച്ചത്. അത് വെറുതെ സമ്മാനിച്ചതല്ല, വലിയ പ്രതീക്ഷകളോടെയാണ് അവർ സമ്മാനിച്ചത്. ഞാൻ പറയുന്നു, ആ പ്രതീക്ഷകളെ നിങ്ങൾ 100% നിറവേറ്റണ്ട, പക്ഷേ 50%എങ്കിലും നിറവേറ്റണം. അതിനുള്ള ചവിട്ടുപടി അല്ലെങ്കിൽ അതിനുള്ള തുടക്കമാണ് ഈ ആദ്യത്തെ 100 ദിവസം. ആ 100 ദിവസം പാഴാക്കിയാൽ അത് ഈ സർക്കാരിന് വലിയ തിരിച്ചടികൾ ഉണ്ടാവും, വലിയ നാണക്കേടായിത്തീരും. നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും മുന്നണിക്കുള്ളിലെ പോരുകളുമെല്ലാം ജനത്തിനറിയേണ്ട കാര്യമില്ല. അവർ ആഗ്രഹിക്കുന്നത് സംശുദ്ധവും സുതാര്യവും സത്യസന്ധവുമായൊരു ഭരണമാണ്. അവരുടെ പുറത്ത് കയറ്റിവച്ചിരിക്കുന്ന ചുമടുകൾ ഒന്ന് ഇറക്കി വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശ്വാസം നടപടികളാണ്. അതിന് ഈ സർക്കാർ, ഇതിലെ മന്ത്രിമാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഒക്കെ ഏറ്റവും അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഈ ജനം 102 സീറ്റ് തന്ന അധികാരത്തിൽ കയറ്റിയ ജനം നിങ്ങളെ വലിച്ച് താഴത്തിടാൻ ഒട്ടും മടിക്കില്ല എന്നുകൂടി ഓർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലത്. ഈ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വി.ഡി. സതീശൻ സർക്കാരിന് പ്രതീക്ഷ നൽകിയ ജനം ഇപ്പോൾ പ്രതിപക്ഷത്താണ്. സർക്കാരിന് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ജനം നോക്കുന്നത്. അതെ. പിന്നെ പ്രതിപക്ഷത്തിൽ വെറും 35 പേരെ ഉള്ളെങ്കിലും അതിൽ ആക്റ്റീവായിട്ട് 26 പേര് CPM MLA-മാരാണ്. അവർ അത്രയേ ഉള്ളെങ്കിലും അത് മതി. അതും നഞ്ചെന്തിന് നന്നായി എന്ന് പറയില്ലേ, അവരത് തെളിയിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നറിയാം, 2 ആഴ്ചയാണ് വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനായിട്ട് കറക്കിയത്. സതീശൻ വലിയ സിനിമ അടിച്ചോട്ടെ, പക്ഷേ ഒരു വിഷയം കിടന്ന് ഇങ്ങനെ കറങ്ങുന്നു, മാധ്യമങ്ങളിൽ കറങ്ങുന്നത് 1.5 ആഴ്ചയാണ്. പുറത്തു നോക്കൂ, അത്രയും കാലം ഒരു ആവശ്യവും ഇല്ലാതെ കഴിഞ്ഞ 1 വർഷം മുമ്പ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കാര്യങ്ങൾ അതും പറഞ്ഞ് സത്യത്തിൽ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടേണ്ടത് പിണറായി വിജയനാണ്. പക്ഷേ വളരെ സമർത്ഥമായിട്ട് വി.ഡി. സതീശനെ പ്രതിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു 10 ദിവസമെങ്കിലും. പക്ഷെ അവരുടെ മറുപടി, അവരോരോ മറുപടി പറയുമ്പോഴും ഇവരിങ്ങനെ ഇരിക്കും. ജനങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ രാവിലെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ കിളിപോയിരിക്കും. കാരണം ഇതിന് മറുപടി പറയണം. ഇതിന് മറുപടി പറയുമ്പോൾ അടുത്തൊരു ചോദ്യം വരും. അടുത്ത പ്രതിപക്ഷത്തിന് അടുത്തൊരു ചോദ്യം. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞോ, എങ്കിൽ മറുപടി ഇതാ. അപ്പോൾ ഇതിനെ ഇട്ട് തളച്ചിടുക എന്ന് പറയും, ഒരു വിഷയത്തിൽ തളച്ചിടുക. അതിൽ നിന്ന് പുറത്തു ചാടി ജനോപകാരപ്രദമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ UDF സർക്കാരിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.